അസ്സലാമു അലൈക്കും. ഞാൻ ദിയ ഫാത്തിമാൻ്റെ ഉപ്പയാണ്. ഒരുപാട് സങ്കടം ഇങ്ങനെ വരുന്നു. കാരണം 10 കൊല്ലമായിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദന എൻ്റെ മനസ്സിൽ നിന്നിട്ട് ഇങ്ങനെ വിങ്ങി എന്താ പറയണ്ടതെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോവാ. എൻ്റെ കുട്ടീൻ്റെ കേസ് കെട്ടിന് പോകുന്ന വഴികളിലൊക്കെ ഒരു വ്യക്തി ആളെ വെച്ച് മുടക്കുക. ഒരു സമാധാനമായിട്ട് തരാത്തൊരു എന്താ പറയണ്ടേ അങ്ങനത്തെ ഒരവസ്ഥ. ഞാൻ ഓനെ കുറിച്ചിട്ട് പറയണ്ട എന്നൊക്കെ ഞാൻ ഒരുപാട് വിചാരിച്ചു. പക്ഷെങ്കിൽ എൻ്റെ മോളെ കേസ് കെട്ടിന് ഏത് വഴിക്ക് പോയാലും ആ വഴിക്കൊക്കെ ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. എനിക്ക് ഒന്നും ചെയ്യാൻ അറിയായിട്ടില്ല. പക്ഷെങ്കിൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു 10 കൊല്ലം ഒരു മൂക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന എല്ലാ രീതിയിലും നടന്ന ഒരവസ്ഥ ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വരുന്നുണ്ട്. എനിക്ക് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ട്. അങ്ങനത്തെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഞാനിങ്ങനെ പോകുന്നത്. എന്താ ഇവനൊക്കെ എൻ്റെ കുട്ടീൻ്റെ പേരും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ കുറ്റം പറഞ്ഞ് നടക്കുക. ഓരോ വ്യക്തികളോട് നമ്മളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാ. എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോളെക്കുറിച്ച് ഒരു കാര്യവും അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മോളെക്കുറിച്ച് പറയുന്ന വീഡിയോ ആയിട്ട് ഞാനൊരു ചാനൽ തുടങ്ങി വന്നതിൻ്റെ ദേഷ്യം ഒന്ന്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, ഓനെ കുറിച്ചിട്ട് ഞാൻ ബൂസ്റ്റ് ചെയ്ത് ഓനെ പൊക്കി പറഞ്ഞ് വീഡിയോ ചെയ്യാത്തതിൻ്റെ ഈ രണ്ട് കാരണം കൊണ്ടാണ് എൻ്റെ മോളെ കേസ് കെട്ടിന് എങ്ങനെ ഏത് രീതിക്ക് ഇറങ്ങിയാലും ആളെ വെച്ചിട്ട് ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ മുന്നിലെങ്ങനെ കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ 10 കൊല്ലം വേദനിക്കുന്ന എൻ്റെ വിഷമം ഒരു മനുഷ്യനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവനൊക്കെ എന്ത് വിചാരിച്ചു? ഇവനൊക്കെ എൻ്റെ മോള് പേരും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കിയിട്ട് ഇവനൊക്കെ എന്ത് വിചാരിച്ചു? ഇവനൊക്കെ എന്ത് നേട്ടമാണ് കിട്ടുന്നത് ഞാൻ വിചാരിക്കുന്നത്? ഇവനൊക്കെ എന്താ വിചാരിക്കുന്നത്? എനിക്ക് കരച്ചിലും വരുന്നത്, എനിക്ക് സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ. എങ്ങനെയെങ്കിലും എൻ്റെ മോളെ കിട്ടിയില്ലെങ്കിൽ ഇവൻ്റെയൊക്കെ വായടപ്പിക്കാനുള്ള ഒരു വഴിയാണ്. ജുനൈദ് എന്ന വ്യക്തി, ഞാൻ ഒരുപാട് വിശ്വസിച്ച വ്യക്തി ജുനൈദിനാണ്. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോ ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവന് എന്നോട് തെറ്റാനുള്ള കാരണം. അവൻ തെറ്റാനുള്ള കാരണം ഞാൻ കുട്ടീൻ്റെ കേസ് കെട്ടുമായിട്ട് ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ പേരിലാണ് ജുനൈദ് എന്നോട് തെറ്റാനുള്ള കാരണം. എൻ്റെ മോളെ കേസ് കെട്ട് പറഞ്ഞ് അവൻ റീച്ചാക്കി എല്ലാ കാര്യങ്ങളാക്കി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ ഹെൽപ്പും എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ കൈ മുറിഞ്ഞ് കിടന്ന സമയത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുട്ടീൻ്റെ കേസ് ഒരു 5-8 മാസം മുമ്പ്, 8 മാസം ഒരു കൊല്ലത്തിനടുക്ക് മുമ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വന്ന സമയത്ത് പിന്നെ റീപെറ്റീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേസിന് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സ്വാഭാവികമായിട്ട് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഞാൻ ഫുള്ള് കടത്തിലാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഹെൽപ്പ് ചെയ്യുക, അത് നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് എൻ്റെ കുട്ടീൻ്റെ കേസ് കെട്ടിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ പിരിച്ചു തന്ന് 10-14,000 റുപ്യ തന്നിട്ടുണ്ട്. അത് ആ കേസ് ഇതിൻ്റെ ഹൈക്കോടതിയിൽ പോയി റീപെറ്റീഷൻ ചെയ്ത സമയത്ത് അതിന് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അതിൽ ചിലവായത്തിന് തീർന്നു. ഇതാണ് അവൻ എനിക്ക് ചെയ്ത ഹെൽപ്പ്. പിന്നെ അതുപോലെ എൻ്റെ കുട്ടീൻ്റെ കേസ് കെട്ടിന് പറഞ്ഞിട്ട് വേറൊരു ഹെൽപ്പ് ഞാൻ വാങ്ങിയിട്ടില്ല അവൻ്റെ അടുത്ത് നിന്ന്. പിന്നെ ഇവൻ്റെ ഹെൽപ്പ് വാങ്ങിയെന്ന് ഇവൻ പറയുന്നത് വെച്ചാൽ അത് പറഞ്ഞിട്ടില്ല. എന്നാലും എനിക്കെതിരെ വേറൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടു, എനിക്ക് എൻ്റെ വീട്ടിൽ കറണ്ടാക്കി തന്നു, കുറേ പിരിച്ചിട്ടുണ്ടാക്കി തന്നു, മാസം മാസം സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തിനാന്ന് വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി പറയുന്നത്? ഈ വ്യക്തി ഇവിടെ വന്നിട്ട് വരെയില്ല, എൻ്റെ വീട്ടിൽ വന്നിട്ട് വരെയില്ല. ഓൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ വിളിച്ച് നമ്മളെ ഫോണും നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് ഓരോ കാര്യങ്ങളാണ് അവൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരിക്കലും ജുനൈദിനോട് ഇത് പറയണമെന്ന് വിചാരിച്ചില്ല. പക്ഷെങ്കിൽ എന്താ പറയണ്ട, അങ്ങനത്തെയൊക്കെ അവസ്ഥയാണ്. ഞാൻ പോകുന്ന വഴികളിലൊക്കെ ഇവൻ്റെ ആൾക്കാർ, ഇവൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ
എനിക്ക് പറയാം. ഇവനെ കുറിച്ചിട്ട് നല്ലത് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ച വ്യക്തി. ഞാനൊന്നും ഒരു ഇതായിട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടീൻ്റെ വീഡിയോ ഞാനൊരു ചാനലായിട്ട് തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നം ഇത്. ഞാൻ വേറെ ആരൊക്കെയോ കൂടിയിട്ട് ഞാനും പിന്നെ അവരൊക്കെ കൂടിയിട്ട് ഇവനെതിരെ ഉണ്ടാക്കി. എനിക്ക് എന്തിൻ്റെ ആവശ്യം ഇവനെതിരെ ഉണ്ടാക്കേണ്ട ആവശ്യം? ഒരു ആവശ്യമില്ല. നല്ല രീതിക്ക് തന്നെ ഞാൻ പോയിട്ടുള്ളത്. പക്ഷെ എനിക്കെതിരെ എല്ലാ രീതിയിലും ഇവൻ കളിക്കുന്നുള്ളത് 100% എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കുട്ടീൻ്റെ ഇതും പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ റീച്ചാക്കാൻ വേണ്ടിയല്ല. എൻ്റെ കുട്ടീൻ്റെ കേസായിട്ട് പറഞ്ഞ് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുമില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. പിന്നെ ഞാൻ കുട്ടീനെ വിറ്റതായിരിക്കും. കുട്ടീനെ ഞാൻ എന്തോ ചെയ്തിന്, അവനെ കാണുമ്പോൾ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കാര്യങ്ങൾ. ഞാൻ ഇവൻ വിചാരിക്കുന്നത് പോലെ ഓരോ വ്യക്തികൾ വിചാരിക്കും പോലെ ഞാൻ കരഞ്ഞിരിക്കണോ? എനിക്ക് വേറെ മക്കളുണ്ട്. എൻ്റെ മനസ്സിൻ്റെ വിഷമം ഈ കേട്ടിരുന്നിട്ട് ഫോണും വിളിച്ച് കേട്ടിരുന്നിട്ട് പറയുന്ന വീഡിയോ ഉണ്ടാക്കി പറയുന്നത് പോലെയല്ല ജീവിതം. ഞാൻ നടന്നത് എനിക്കറിയാം. അനുഭവിച്ചാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ വേദന അറിയുള്ളൂ. ഒരിക്കലും അനുഭവിക്കാണ്ട് അറിയില്ല. ഞാൻ ഇന്നലെ പോലും എൻ്റെ മോളെ കാര്യത്തിന് വേണ്ടിയിട്ട് പല സ്ഥലത്തും പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടാനല്ല, കുട്ടീൻ്റെ കേസ് വിട്ട് ഒരു റീച്ച് ഉണ്ടാക്കുന്നതല്ല ശരിയായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല, അനുഭവിക്കുന്നവനറിയില്ല. അവന് ഒരുപാട് കടങ്ങൾ വന്നു, കാര്യങ്ങൾ വന്നു എന്നൊക്കെ അവൻ പറഞ്ഞു. അതിലൊക്കെ അവൻ്റെ മക്കളെ ആരെങ്കിലും വെക്കാൻ അവൻ്റെ മനസ്സ് വന്നില്ല. പക്ഷെ നീ എന്തിനാ എന്നെക്കുറിച്ച് പറയുന്നത്? ഞാൻ എന്ത് ചെയ്ത് നീ കണ്ടിട്ടുണ്ടോ? നീ തെളിയിക്കേണ്ടി വരും. ഞാനെന്താ ചെയ്തത്? ഞാൻ പരാതി ഞാൻ കൊടുക്കും. കാരണം വെച്ചാൽ നീ പറഞ്ഞ പല ആൾക്കാരും ഞാനോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ തെളിവും ഉണ്ട്. ഈ തെളിവൊന്നും എനിക്ക് ഇതിൽ വെക്കാൻ അറിയാത്തതുകൊണ്ടാണ്. വേറെ ഫോണിലല്ല, ആ ഫോൺ എടുത്ത് ഞാൻ കാണിച്ചു തരാം. നീ എന്ത് വിചാരിച്ചു ഞാൻ ആണല്ലാന്നോ? എനിക്ക് ഒന്നും പറയാൻ അറിയില്ല, ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ? നീ ചെയ്ത നല്ലതെല്ലാം എടുത്തു പറയുന്നതിന് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിന്നെ അത്രയും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ നീ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് നമ്മളെ നാണം കെടുത്തുന്നത്? സങ്കടമുണ്ട്, ഒരുപാട് സങ്കടം. എൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. അറിയില്ല, ഞാൻ പറയായിട്ടാണ്, ആരോടും പറയാറില്ല. പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ തന്നെ അനുഭവിക്കലാണ്. 5-8 കൊല്ലം എൻ്റെ മോളെ കേസായിട്ട് നടന്ന ഞാൻ സ്വന്തം കൂലിപ്പണിയെടുത്ത് സ്വന്തം പണിയെടുത്തിട്ട് ഒരാളുടെ അടുത്ത് വാങ്ങിയിട്ടില്ല, ഒരാളും സഹായിച്ചിട്ടില്ല, ഹെൽപ്പ് ചെയ്തിട്ടുമില്ല, ഒരാളും തന്നിട്ടില്ല, ഒരു ചങ്ങായിമാരും തന്നില്ല, ഒരു സുഹൃത്തുക്കളും തന്നില്ല, ഒരു കുടുംബക്കാരും തന്നില്ല, ആരും തന്നില്ല. ഞാൻ തന്നെ സ്വന്തം പണിയെടുത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടേ പോയത് എല്ലാ കാര്യത്തിനും. ഞാൻ പോവാത്ത വഴികളില്ല. ഞാൻ പിടിക്കാത്ത കാല് മന്ത്രിമാരെ, പിന്നെ MLA മാരെ, പോലീസുകാരൊക്കെ കാല് ഞാൻ കരഞ്ഞു പിടിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റ് ഇപ്പം ജുനൈദിന് എന്നെക്കുറിച്ച് ഇപ്പോൾ ഒരു സംശയം തോന്നാനുള്ള കാരണം, ഒരു 2 മാസം മുമ്പ് ഒരു പോലീസുകാരൻ നമ്പർ ചോദിച്ചു ഇതിൻ്റെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്രൈംബ്രാഞ്ചിൻ്റെ നമ്പർ. ഞാൻ ഇല്ലാത്ത നമ്പർ എവിടെ നിന്നുണ്ടായി കൊടുക്കാനാ? ആരാ അന്വേഷിക്കുന്നതിന് തിരിയുന്നില്ല. ആദ്യം സാധാ ലോക്കൽ പോലീസായിരുന്നു, പിന്നെ അത് ക്രൈംബ്രാഞ്ചിന് കൊടുത്തെന്ന് പറഞ്ഞു. അവരൊക്കെ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷെ വിളിക്കുമ്പോൾ അവൻ മാറി, നമ്മളല്ല അന്വേഷിക്കുന്നത്, ഇപ്പോൾ വേറെ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറി മാറി കൊടുക്കുന്നത്. ഞാൻ ആരെ നമ്പർ ഇവർക്ക് കൊടുക്കുക? ഒരു സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുടെ നമ്പർ ഞാൻ ആരെ നമ്പർ കൊടുക്കുക? എൻ്റെ അടുത്ത് നമ്പർ ഇല്ല. ഇല്ലാത്ത നമ്പർ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും? അതിൻ്റെ പേരിൽ കുട്ടീനെ ഉപ്പ നമ്പർ ചോദിച്ച് ഞാൻ കൊടുത്തില്ല പറഞ്ഞിട്ട് ഓനെന്തോ ചെയ്യുന്നില്ല, ഓനെ സംശയിക്കില്ലേ? എൻ്റെ കുടുംബക്കാരെ വേറെ. ഞാനൊന്നും പറയണ്ടെന്ന് വെച്ചാൽ പറഞ്ഞ് പറയിപ്പിക്കരുത്. എൻ്റെ മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവില്ല. കാരണം അത്രയും വിഷമമുണ്ട്. നമ്മളൊക്കെ എനിക്കൊരു കുറവേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. എനിക്ക് തോന്നിയ കുറവെന്ന് വെച്ചാൽ എനിക്ക് പണമില്ലാത്തത് ഒരൊറ്റ കുറവേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അത്രത്തോളം താഴ്ന്നിട്ടുണ്ട്. അത്രത്തോളം ഞാൻ താഴ്ന്നു പോയിട്ടുണ്ട്. താഴ്ത്തിയിട്ടുണ്ട്, താഴ്ന്നു പോയിട്ടുണ്ടെന്നല്ല, താഴ്ത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഏത് വേസിൽ പോയി കഴിഞ്ഞാലും നമ്മളെ താഴ്ത്തി കിട്ടുന്ന രീതി ശരിക്കും മനസ്സിലാവും. ഞാൻ അനുഭവിച്ച വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങളിൽ. പണമില്ലാത്തതിൻ്റെ പേരിൽ എന്താ പറയണ, അങ്ങനത്തെ ഒരവസ്ഥ. നമ്മളൊക്കെ അവിടുന്ന് ഇവിടുന്ന് വായ്പയും കടവും വാങ്ങിയിട്ട് തിരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യാറ്. പണിയെടുക്കും, കടം വീടും, ഇതിനൊക്കെയൊക്കെ പരിപാടി. നമ്മളെ പോലത്തെ ജീവിതത്തിൽ വന്നിട്ട് കളിക്കുമ്പോൾ ഒന്ന് ഓർക്കേണ്ട കാര്യമുണ്ട്. ക്ഷമ നശിച്ചാൽ മനുഷ്യന് ഏത് രീതിയിലാണ് പോകാമെന്ന് പറയാൻ പറ്റില്ല.
ഞാനൊക്കെ സഹിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 10 കൊല്ലം കഴിഞ്ഞു. 10 വർഷമായി എൻ്റെ മോള് കേസ് കേട്ടിട്ട് ഞാൻ സഹിക്കുന്നത്. 10 വർഷം കഴിഞ്ഞ്. ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ആരും സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്ന് എനിക്ക് റീച്ച് ഉണ്ടാക്കായിരുന്നു. അന്നൊക്കെ എനിക്ക് പറയാം വീഡിയോ ചെയ്യാനുള്ള റീച്ച് ഉണ്ടാക്കാൻ യൂട്യൂബിലൊക്കെ ആകുമായിരുന്നു. അന്നൊന്നും ചെയ്യാതിരുന്ന നമ്മളെ എന്താ പറയണ്ടേ, ഏത് രീതിക്കാണ് പോകേണ്ടതെന്നുള്ള രീതിക്കൊക്കെ ഞാൻ എല്ലാ വേസിനും പോയിട്ടുണ്ട്. എത്ര കേസ് കൊടുത്ത് എന്തൊക്കെ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എവിടെയൊക്കെ പോയി ആരെയൊക്കെ കാല് പിടിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതൊക്കെ വീഡിയോ ഇങ്ങനെ നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്ന പോലെ വീഡിയോ കാണുമ്പോൾ എൻ്റെ കുട്ടീൻ്റെ കേസ് എടുത്ത് പല ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് കോൾ വരും. അവിടെ കുട്ടിയുണ്ട് ഇവിടെ കുട്ടിയുണ്ട് എന്ന് പറഞ്ഞ ഒരേ സംശയത്തിൻ്റെ പേരിൽ ഒരൊറ്റൊരു കേസ് ഇട്ട് ഞാൻ പോവാതിരുന്നിട്ടില്ല. അതൊക്കെ വെറുതെ ഓരോ പോക്കിനും ചിലവാകുന്ന പൈസ എന്ന് വെച്ചാൽ ഞാനിവിടെ കെട്ടിവെച്ച പൈസ ഒന്നും എടുത്തിട്ടല്ല. ഞാൻ വായ്പയും കടമൊക്കെ വാങ്ങിയിട്ട് ഇതൊക്കെ എൻ്റെ മേലെ വരുന്ന ഒരുപാട് കടങ്ങളായിട്ട് വന്നിട്ടുണ്ട്. മനുഷ്യൻ കുറച്ചങ്ങ് സ്വസ്ഥതയോടെ ജീവിച്ചോട്ടെ. എന്തിനാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? നിന്നെയൊക്കെ ഞാൻ വിശ്വസിച്ചു പോയില്ലേ? നിന്നെയൊക്കെ മനസ്സറിഞ്ഞ് വിശ്വസിച്ചു പോയതാണ് എൻ്റെ തെറ്റ്. നിന്നെക്കുറിച്ച് പൊക്കി പറയാത്തതിൻ്റെ പേരിലല്ലേ നിനക്ക് എന്നോട് തെറ്റുണ്ടായത്. എൻ്റെ കുട്ടീൻ്റെ കേസായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ആയിട്ട് ചാനൽ തുടങ്ങിയതല്ലേ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടായത്. എൻ്റെ മോളാടാ, എൻ്റെ മോളാ, എൻ്റെ സ്വന്തം മോളാ, എൻ്റെ രക്താന്ന്. എൻ്റെ വിഷമം നിനക്കുണ്ടാവില്ല. ഫോണ് വിളിച്ചിട്ട് നമ്മോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പറയുമ്പോഴുള്ള പറഞ്ഞിട്ട് കേട്ടിട്ട് നീ ഇതും വെച്ചിട്ട് പറയുന്നതല്ല ജീവിതം. അനുഭവിക്കുന്നവൻ അതിൻ്റെ വേദന എന്ത് കാര്യത്തിനും അറിയുള്ളൂ. ഞാൻ എൻ്റെ റബ്ബിനെല്ലാം കൊടുത്തതാ. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത, ഞാൻ വീഡിയോ ആയിട്ട് ഒരിക്കലും വരില്ലായിരുന്നു. സഹിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ പിന്നെ ഇതൊക്കെയാണ് കാരണം. എന്നെക്കുറിച്ച് ഞാൻ എന്തോ ചെയ്തെന്നുള്ള സംശയം പല ആൾക്കാരോടും പറഞ്ഞതിൻ്റെ തെളിവുണ്ട്. തെളിവില്ലാണ്ടൊന്നും പറയുന്നില്ല. പല ആൾക്കാരോടും പറഞ്ഞ തെളിവുണ്ട്. എനിക്കെന്തോ ഞാനെന്തോ ചെയ്തിട്ടുണ്ട്. എടാ, അങ്ങനെ ഞാൻ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഈ 10 കൊല്ലോ 8 കൊല്ലം ഞാൻ കണ്ടിന്യൂ ആയിട്ട് നടന്നതാ. ഇപ്പൊ 2 കൊല്ലമായിട്ട് ഞാൻ അധികം ഒന്നും പോവാത്തത്. ഇന്നലെ വരെ പോയിട്ട് വന്നിട്ടുള്ളൂ പല സ്ഥലത്തും. 8 കൊല്ലം ഞാൻ ഇതിന്റെ ബേക്കിൽ നടന്നത്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ എൻ്റെ മോളെ ഏത് രീതി എന്ത് ചെയ്താണ് വ്യക്തിയാണെങ്കിലും ഞാനിത് മറക്കാനല്ലേ നിൽക്കൂ. ഞാനിത് മൂടി വെക്കാനല്ലേ നിൽക്കൂ. ഞാൻ എന്തിനീ പബ്ലിക്കിലേക്ക് ഇങ്ങനെ എടുത്തു കൊണ്ടുവരേണ്ട ആവശ്യം? ചിന്തിക്കാനുള്ള ബോധം അതൊന്നും ആരോട് പറയണ്ട. അതൊരു 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാവും ഞാനെന്താ ചെയ്തിന്. അത് മാത്രമല്ല വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ വിട്ട്. അതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എന്നെ ഈ ഞാൻ എൻ്റെ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഓനെക്കുറിച്ച് പൊക്കി പറയാത്തതിൻ്റെ പേരിൽ എന്നോട് തെറ്റിയത്. ഞാനിട്ട് പറഞ്ഞു നിന്നെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ബാഡ് കമൻറ്റ് വന്നതെന്ന് വെച്ചിട്ട് കമൻറ്റ് ആൾക്കാർ പറയുന്നതിന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിന്നെക്കുറിച്ച് മോശമായിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്തതിന് ഞാൻ തിരിച്ചു ചെയ്യുക നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അത് പറ്റൂല. ഓക്കെ എന്നെല്ലാം പറഞ്ഞു സമ്മതിച്ചു. ഞാൻ തെറ്റിദ്ധരിച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് യൂട്യൂബ് ആരുടെ നമ്പർ എൻ്റെ അടുത്തില്ല. നീ പറയുന്ന ചാനൽ ആരുടെ നമ്പറൊന്നും എൻ്റെ അടുത്തില്ല. ആരുടെ നമ്പറില്ല. ഞാൻ ആരോട് കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ അടുത്ത് ധന്യ പാലക്കാട്, ആഷിഖ് റുബീന ഇവരൊക്കെ ആയിട്ട് ചേർന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഓനെതിരെ ഞാൻ വരികയാണ്. ഈ പറഞ്ഞ ടീമായിട്ട് ഞാൻ ഒരു ബന്ധമില്ലാത്ത ടീമായിട്ട് ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കി വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം പിടിക്കാതിരിക്കുമോ? ഞാൻ പറഞ്ഞു അവനോട് ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല, ഇവരായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാന്ന് പറഞ്ഞു. വോയിസ് അടക്കം എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാന്ന് പറഞ്ഞു. ഞാൻ തെറ്റിദ്ധരിച്ചു പോയാടാ, സോറി മാപ്പ് എന്നൊക്കെ പറഞ്ഞ അടുത്ത 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് എൻ്റെ ഓളെ ഫോണിലേക്ക് വോയിസ് അയച്ചിന്. പക്ഷേ എന്താ പറയണ്ടേ, ആ ഫോൺ എൻ്റെ കയ്യിലായിരുന്നു. ഞാൻ കഷ്ടകാലത്ത് സാധാരണ ഓനെ വിശ്വാസിച്ച് നമ്മൾക്ക് രണ്ടാളും എൻ്റെ ഓളെ ഫോൺ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു വിഷയമല്ല. അപ്പോൾ ജുനൈദ് അയച്ച് നമ്മളെ നല്ല രീതിക്ക് നോക്കിയപ്പോൾ എന്നെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ. ഞാനത് കേട്ടതിന് മറുപടി കൊടുത്തപ്പോൾ ഓൻ അയച്ച വോയിസ് മൊത്തം ഡിലീറ്റ് ആക്കി. ഓൻ ഡിലീറ്റ് ആക്കുമ്പോൾ ഓരോ കാര്യം ഓർത്തില്ല. എവരി വൺ അടിച്ചാലും അയച്ച വോയിസിൻ്റെ ഇതുണ്ടാവില്ല എന്നുള്ളൂ. അയച്ചത് മൊത്തം ഡിലീറ്റ് ആക്കി അവിടെ കാണിക്കും. കളവില്ലെങ്കിൽ എന്തിനാ ഡിലീറ്റ് ആയി കാണേണ്ട ആവശ്യം? എന്തിനാണ് ഞാൻ ചെയ്യാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ പിന്നെയും കുത്തിത്തിരിപ്പുണ്ടാക്കുക? എൻ്റെ കുടുംബം കലക്കുന്ന പോലത്തെ വർത്തമാനം പറഞ്ഞിട്ട് വോയിസ് അയക്കേണ്ട ആവശ്യം എന്താ? അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു നീ എൻ്റെ കുട്ടീൻ്റെ വീഡിയോ ആയിട്ട് വരണ്ടാന്ന് പറഞ്ഞു.
അവന് ആവശ്യമുള്ള റീച്ചും കാര്യങ്ങളൊക്കെ ഓനായി. ഓൻ ചെയ്ത വീഡിയോകളിലൊക്കെ എത്രയോ കമൻറ്റ് വന്നതിലൊരു 90% കമൻറ്റും ദിയമോളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ദിയൻ്റെ അപ്ഡേഷൻ എന്തായി എന്ന് ചോദിച്ചിട്ടാണ് 90% കമൻറ്റുകളും വന്നത്. അതിന് ഒറ്റൊന്നിനും മറുപടി കൊടുത്തില്ല. ഓന് എൻ്റെ മോളെ കേസായിട്ട് ഓൻ ഇറങ്ങിയ സമ്മതിച്ച്, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ച. കാരണം എന്ത് പറഞ്ഞാലും നമ്മൾ പറഞ്ഞ വോയിസൊക്കെ കേട്ടിട്ട് ചെയ്ത് ഓന് എന്ത് പറഞ്ഞാലും അത് ജനങ്ങൾ ഇതാക്കുന്ന ജനങ്ങളിലേക്ക് എത്തുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് പറഞ്ഞിട്ട് ഞാൻ മിണ്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ കുടുംബത്തിൽ എന്നെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിനെ എന്തോ ചെയ്തെന്ന് പറയാം, എനിക്കിതിലെന്തോ പങ്കുണ്ടെന്ന് പറയാം. എൻ്റെ മോളെ കാര്യം ചെയ്ത് അവന് ആവശ്യമുള്ള റീച്ചുകളും കാര്യങ്ങളൊക്കെ അവനായതിനു ശേഷം എന്നെക്കുറിച്ച് കുറ്റം പറയുന്നത് നല്ല ശീലമാണോ? ഓന് തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുത്തിട്ട് വീണ്ടും എന്നെക്കുറിച്ച് ഇതാക്കിയിട്ട് എൻ്റെ ഓളെ ഫോണിലേക്ക് വോയിസ് അയച്ച് ഓനിങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ മാറി എന്ന് പറഞ്ഞ വ്യക്തി വീണ്ടും അങ്ങനെ അയക്കാൻ പാടുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഞാൻ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. ഞാനൊക്കെ എന്താ പറയണ്ടത്, അങ്ങനത്തെ അവസ്ഥ ഒരുപാട് ദുരന്തവും കൊണ്ട് 10 കൊല്ലമായി അനുഭവിക്കുന്ന വ്യക്തി ഞാൻ അതിനിടയ്ക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൈ മുറിഞ്ഞിട്ടാ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ കൈ മുറിഞ്ഞിട്ട് ഇങ്ങനെയുള്ളത്, കൈ മടക്കാൻ പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനും ഉള്ളത്. അതിനിടയ്ക്ക് ഞാൻ കടത്തിൽ മുങ്ങിയിട്ടാണുള്ളത്. എന്നിട്ട് പോലും ഞാൻ ഓരോ ഇതിലായിട്ട് നിൽക്കുമ്പോൾ മാസം എനിക്ക് യൂട്യൂബ് വരുമാനം എനിക്ക് അവരയച്ചു തരുന്നുണ്ട് പോലും. എവിടുന്ന് നമ്മളൊരു 1000 റുപ്യ കടം വരെ ചോദിച്ചാൽ കിട്ടാത്തൊരവസ്ഥയാണ്. എനിക്ക് വരുമാനം വരികയല്ലേ, ഞാൻ എവിടുന്ന യൂട്യൂബിൽ നിന്ന് വരുമാനം പറയാം. എത്രയോ ആൾക്കാരോട് ചോദിച്ചു, ജുനൈദ് പറഞ്ഞ കേട്ടല്ലോ, ഇവർ ചെയ്യുന്ന വീഡിയോക്കൊക്കെ സമാധാനം പറയുന്നത് ഞാൻ എൻ്റെ ഒരു മോളെ കേസായിട്ടുണ്ട് പോയ ഇന്നലെ ചങ്ങായിൻ്റെ വണ്ടി എടുത്തിട്ട് ഇന്നലെ പോയിട്ട് വന്നതാ. അതിലിരുന്ന് അവരുടെ വീട്ടിൽ കുട്ടികൾ മോക്ക് പനിയും എല്ലാം ആയിട്ട് കരയുന്നതുകൊണ്ട് ഞാൻ പുറത്തിരുന്ന് ഈ വണ്ടി ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാം. എനിക്ക് സഹിക്കാനാകുന്നില്ല. എനിക്ക് മടുത്ത് ജീവിതം അറിയില്ല എന്താ ഞാൻ പറയണത്. എനിക്ക് മടുത്ത്. കാരണം എൻ്റെ മോളെ കിട്ടാൻ വേണ്ടി ഞാൻ ഇത്രയും കാലം ഇതിൻ്റെ വേക്കിലിങ്ങനെ നടന്നത്. എല്ലാവരും ആര് പറയുന്നത് എന്ത് പറഞ്ഞാലും കേട്ടിട്ട് ഞാൻ നടന്നത്. എനിക്ക് മടുത്ത് ഇപ്പോൾ സത്യം പറഞ്ഞത്. കാരണം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. എനിക്ക് പൈസ ഉണ്ടാക്കാനാണ് ഇതിനും വലിയ വഴി എനിക്കറിയാം. പക്ഷേ ഞാൻ എൻ്റെ മോളെ കേസായിട്ടും പറഞ്ഞ് ഞാൻ പൈസ ഉണ്ടാക്കിയില്ല. ഞാൻ കടത്തിൽ മുങ്ങി നടന്നിട്ട് ഞാൻ ആരോടും പൈസയ്ക്ക് ചോദിച്ചില്ല. എൻ്റെ വീഡിയോ ഒരുപാട് വന്നിട്ടുണ്ട്. 2014 മുതൽ ഇങ്ങോട്ടുള്ള വീഡിയോ വന്നിട്ട് ഏതിലെങ്കിലും ഞാൻ പൈസ അക്കൗണ്ട് നമ്പറും വെച്ച് പൈസ പിരിച്ചിട്ടുണ്ടോ? ഇല്ല. എൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അതിൽ 2-3 ആൾക്കാർ സഹായിച്ച ആൾക്കാരുണ്ട് തന്നെ. അവരൊന്നും ഒരിക്കലും ഞാൻ മറക്കൂല. അവരൊന്നും അള്ളാനെ പ്രതീക്ഷിച്ചിട്ട് ചെയ്ത ആൾക്കാരാണ്. അള്ളാഹിൻ്റെ പ്രീതി പ്രതീക്ഷിച്ച് ചെയ്ത ആൾക്കാരാണ്. അതവർക്ക് പുറത്തറിയിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാർ. അപ്പോൾ ഇത് ചെയ്യാത്ത കാര്യം ഇങ്ങനെ വീണ്ടും ചെയ്യാത്ത കാര്യം ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുക. എന്തിനാണ് നിങ്ങളെ റീച്ച് കൂട്ടാനാണെങ്കിൽ പല കാര്യങ്ങൾ വേറെ ഇല്ലേ? നമ്മളെ ഈ താത്തി കിട്ടുന്ന രീതിക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? എന്തിനാന്ന് ഞാൻ ആരോടാ പറയേണ്ടത് എനിക്കറിയില്ല. സഹിക്കാനാവുന്നില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ഞാൻ സഹിച്ചു മടുത്ത്. എല്ലാ അർത്ഥത്തിലും ഞാൻ സഹിച്ചു മടുത്ത്. സത്യസന്ധതക്ക് ലോകത്ത് കിട്ടുന്നത് ചവിട്ടാന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ജീവിച്ചാൽ കിട്ടുന്നത് ചവിട്ടാണ്. സത്യസന്ധമായിട്ട് ജീവിച്ചിട്ട് കളവ് പറയാൻ എനിക്ക് താല്പര്യമില്ല. സത്യം പറഞ്ഞിട്ടേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കളവ് ഒളിച്ചും പാത്തിട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാർ പല രീതിയിൽ തെറ്റിദ്ധരിച്ച് അതിനൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇവനൊക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. എൻ്റെ മോളെ കേസിട്ട് പറഞ്ഞ് എത്ര ആൾക്കാർ എന്തൊക്കെ തമിഴ്നാട്ടിലിട്ടൊരു വീഡിയോ ചെയ്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ഫസ്റ്റ് എൻ്റെ മോളെ ഈ വീഡിയോ ഞാൻ ഫസ്റ്റ് ചെയ്ത വീഡിയോ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞത് ഓന് വിഷമായി. ഞാൻ ഒരാളെ പേരെടുത്ത് പറഞ്ഞോ? ഇല്ലാത്ത കാര്യം ആരും പ്രചരിപ്പിക്കരുതെന്ന് പറഞ്ഞാണ് ഓനെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മറ്റേത് മറിച്ചെന്നെല്ലാം പറഞ്ഞത്. ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്താലും ഓന് റീച്ച് കിട്ടൂല. ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് വയ്ക്കുക. എൻ്റെ മോളെ കാര്യം എനിക്ക് പറയാൻ പറ്റൂലേ? അത് ഞാൻ വേറെ ഒക്കെ വിട്ടുകൊടുക്കണോ? ഞാൻ ചെയ്യണ്ടെന്ന് വെച്ചതിന് കാരണം ഞാൻ ഇത് ചെയ്യാൻ മാത്രം 10 കൊല്ലമായി ചെയ്യാൻ മാത്രം വീഡിയോ എന്ന് പറയാൻ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു കേസ് കേട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കുട്ടീനെ കിട്ടിയിട്ട് ഞാനത് പോലീസുകാരോട് പറഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം പോലീസുകാരെ റിപ്പോർട്ട് കിട്ടണം. അത്
ചോദിച്ചാൽ അവർ പറയും അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ അതിന് കാത്തു നിൽക്കണം. എത്ര കാലം കാത്തു നിൽക്കണം? നമ്മളിങ്ങനെ വീഡിയോയിൽ ആൾക്കാരിങ്ങനെ ചോദിക്കൂ, അപ്ഡേഷൻ കാര്യം ചോദിക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ എടുത്തു തരുന്ന സംഭവമല്ല. അവർ കിട്ടുന്നവരെ കാത്തു നിൽക്കണം. അങ്ങനത്തെയൊക്കെ വിഷമങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്നും ജനങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം ഞാനിത് 2-3 മാസം വീഡിയോ ഒന്നും ഇല്ലാതെ കണ്ടപ്പോൾ ഞാനിങ്ങനെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് പ്രത്യേകിച്ച് ഇത് വേണ്ടല്ലോ. എൻ്റെ മോളെ കേസിട്ട് പറയുന്നത് എനിക്കൊരു പ്രത്യേക ഒരാൾ ഇത് വേണ്ട. എൻ്റെ മോളെ കേസിട്ട് സംഭവിച്ചല്ല എനിക്ക് പറയാം. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ പറ്റിച്ച് ഒരുപാട് ആൾക്കാർ എന്നെ എന്താ പറയണ്ടേ, നമ്മളെ ഒരു അവസ്ഥ, ഒരു ജീവിതത്തിൽ ഒരു അനുഭവങ്ങൾ ഉണ്ടായാലാണ് നമ്മൾ പല വഴിയും തിരഞ്ഞെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, നിയമപരമായിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ കാല് പിടിച്ചതാണ്. ഞാൻ പോയിട്ടുണ്ട്. മന്ത്രി, MLA അങ്ങനെയുള്ള ആൾക്കാർ, സകല ആൾക്കാരും പോയി. പിന്നെ ഒരു മനുഷ്യന് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്, പല വഴിക്കും പോവും. ഏത് വഴിയാണ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നുള്ള രീതിക്കെല്ലാം പോകും. അങ്ങനെയൊക്കെ പോയിട്ട് ഒരുപാട് കടത്തിൽ മുങ്ങി നശിച്ച മനുഷ്യനെ ഞാൻ. എന്നിട്ട് ഞാൻ ജീവിച്ച് ക്ഷമിച്ചിട്ട്. എനിക്ക് വേറെ 4 മക്കൾ ഇപ്പം ഉണ്ട്. 3 ആണും 1 പെണ്ണും ഇപ്പം ഉണ്ട്. അവരെ നോക്കണ്ടേ? ആരോടാ പറയേണ്ടത്? ഇതൊക്കെ എന്തൊക്കെയാ പറയണ്ടേ? ഒരു സമാധാനം തരാത്ത ജീവിതം. ഏതൊക്കെ വഴിയിലൂടെ എന്തൊക്കെയല്ലോ സംഭവിക്കുന്നു. ഒരനുഭവം ഇല്ല. ഈ കേട്ടത് ഇങ്ങനെ പറയുന്നതല്ല ജീവിതം. അനുഭവിക്കണം. ആ ഒരു വിഷമം എന്താ പറയണ്ടേ, 10 കൊല്ലം അനുഭവിച്ച ഒരു വ്യക്തിനടുത്ത് കിട്ടുന്ന ഒരിതും 10 കൊല്ലം അനുഭവിച്ച ഒരു വ്യക്തിനടുത്ത് കിട്ടുന്ന ഒരിത് ഒരാടത്തും കേട്ടറിഞ്ഞിട്ട് കിട്ടൂല. അത് അനുഭവിച്ച് തന്നെ അറിയണം. എനിക്ക് സഹിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കരയാൻ കണ്ണീര് എനിക്കില്ല. ഞാൻ മടുത്തിന്. എനിക്കൊരാഗ്രഹമുള്ളൂ, എൻ്റെ മോളെ എന്താ പറയണ്ട, സഹിച്ച് അങ്ങെത്തി. ആരോടും പറയാനുള്ള മനസ്സെനിക്ക്, എൻ്റെ സ്വഭാവം അങ്ങനെ. ഞാൻ ആരോടും പ്രത്യേകിച്ച് പൊതുവെ പറയാറില്ല. ഒരാളെന്തെങ്കിലും നമ്മളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചാലോ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് തിരുത്താൻ എനിക്ക് പടച്ചോ ഇങ്ങനെ വിരിച്ചിട്ടുണ്ടാകുന്ന രീതിക്ക് ഞാൻ തിരുത്താൻ നിൽക്കാറില്ല. പക്ഷേങ്കിൽ എനിക്ക് എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് നടന്ന് എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്ക് മടുത്ത്. ജീവിതം എന്ന് പറയുന്ന സംഭവം എനിക്ക് മടുത്ത്. ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്തൊരു വ്യക്തിയാണ്. കാരണം എല്ലാ വേസിലും എന്താ പറയണ്ടേ, അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ. എൻ്റെ ജീവിതം അങ്ങനെയാണ്. മടുത്തെന്ന് പറയാൻ കാരണം മരിക്കുമെന്നല്ല, എനിക്ക് എൻ്റെ ശരീരവും എൻ്റെ മനസ്സെല്ലാം തളർന്ന്. ഇനി ഞാനൊരു തിരിച്ച് ഒരു ഇതായിട്ട് ഞാൻ വന്ന, പക്ഷേ എനിക്കത് വേറെ രീതിയിലായിരിക്കും. എല്ലാ അർത്ഥത്തിലും മടുത്ത്. കാരണം എന്താ പറയണ്ടേ, എല്ലാ അർത്ഥത്തിലും പണം ഇല്ലാത്തതിൻ്റെ പേരിൽ താഴ്ത്തി കിട്ടിയവർ, അതൊക്കെ അനുഭവിക്കേണ്ട സ്ഥലത്തുനിന്ന് ആ ഒരു അനുഭവം വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥ. അങ്ങനത്തെയൊക്കെ സഹിക്കാൻ വയ്യ. എനിക്ക് പറയാൻ ഒന്നും വേണ്ട. എൻ്റെ മോളെ കേസായിട്ട് വേണ്ടി നടക്കാൻ വേണ്ടി ഞാൻ കാല് പിടിക്കാത്ത മനുഷ്യന്മാരില്ല. എനിക്കുള്ള വേദന മറ്റുള്ളവർക്ക് ഉണ്ടാവില്ലല്ലോ. എൻ്റെ മോളെ എങ്ങനെയും കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെങ്കിൽ അങ്ങനത്തെ ഒന്നും എനിക്ക് സങ്കടം അനുഭവിച്ചിട്ട് പറയുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ മുന്നിൽ എനിക്ക് പൊട്ടിക്കരയാൻ, ഞാൻ വീഡിയോ എന്നല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ പൊട്ടിക്കരയാൻ എനിക്ക് തോന്നി. കാരണം ഞാൻ അത്ര അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ മനസ്സിലാവാത്തത്ര വേദന, ഞാൻ അനുഭവിച്ച വേദന ഒരു വ്യക്തിയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു വ്യക്തിയോടും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. കാരണം അത്ര അനുഭവിച്ചിട്ട് 10 കൊല്ലം നമ്മൾ അനുഭവിക്കുന്ന വിഷമം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മനസ്സിലാവില്ല. ഞാൻ കരഞ്ഞിട്ട് കരയാൻ മാത്രമുള്ളത് അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കാനാവില്ല. നമുക്ക് ഞാൻ എൻ്റെ മോളെ എന്തൊക്കെയല്ലോ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാനാവില്ല. കാരണം അതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എനിക്ക് സഹിക്കാനേ ആവുന്നില്ല. എൻ്റെ മോളെ ഞാൻ 10 കൊല്ലമായിട്ട് തേടുക. ഒരു രീതിയിൽ ഞാനെന്താ പറയണ്ടേ, ഒരാളെ വേദനിപ്പിക്കാനൊന്നുമില്ല. 10 കൊല്ലം ഞാൻ ഓടിപ്പാഞ്ഞ് നടക്കുന്ന എനിക്കറിയാം. പക്ഷേ ഒരു ഫോൺ കോളിലൂടെ മാത്രം ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് നമ്മളെക്കുറിച്ചുള്ള വിഷമം അറിയോ? നമ്മൾ അനുഭവിക്കുന്ന വിഷമം അറിയോ?
ഞാൻ ആരും കുറ്റം പറഞ്ഞിട്ടല്ല, എൻ്റെ അവസ്ഥയാണ് ഇതൊക്കെ, എൻ്റെ വിഷമമാണ്. എൻ്റെ വിഷമം ഞാൻ തുറന്ന് പറയാൻ എനിക്ക് കൊല്ലങ്ങളോളം പറഞ്ഞാൽ തീരൂല, അത്രയുണ്ട്. എന്തായാലും ദയവ് ചെയ്തിട്ട് എൻ്റെ മോളെ കേസ് ഇട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ, എനിക്ക് പൈസ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ അങ്ങനത്തെ ഒന്നും ആലോചിച്ചിട്ടല്ല ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നത്. എൻ്റെ വിഷമം എനിക്ക് വേറൊരു വഴിക്ക് എനിക്ക് പറയാൻ ഞാൻ ആരോട് പറയേണ്ട 10 കൊല്ലമായി. അന്ന് ആ സമയത്ത് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, ഇന്ന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അന്ന് ചെയ്യായിരുന്നു, അന്നാരും ചെയ്തിട്ടില്ല. ഇനി എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പറയലേ എനിക്ക് നടക്കുകയുള്ളൂ. ഒരു സാധാരണക്കാരൻ അനുഭവിക്കേണ്ട സകല വേദന ഞാൻ അനുഭവിച്ച്, എല്ലാ വേദനയും ഞാൻ അനുഭവിച്ചു. ഞാൻ ആരുടെ മുമ്പിലും ഇതാക്കിയിട്ട് പറഞ്ഞിട്ടില്ല, ആരോടും പറയല്ല. കാരണം ജനങ്ങൾക്ക് 100 ആളിലൊരു 10% ആൾക്കാർക്ക് നമ്മൾ പറയുന്ന വേദന ഉൾക്കൊള്ളാനാവും ചില കാര്യങ്ങൾക്ക്. ബാക്കി 90% ആൾക്കാരും നമ്മളെ കേൾക്കും, ചിരിക്കുകയുള്ളൂ പുറമെ. താഴ്ത്തി കെട്ടരുത് പ്ലീസ്, കാരണം അത്ര അനുഭവിച്ചിന്. പണത്തിൻ്റെ പേരിൽ താഴ്ത്തിക്കെട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, വേർതിരിവ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പണം ഉള്ളവൻ്റെ ഇല്ലാത്തവൻ്റെ അവസ്ഥ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ആരും ഇതാക്കില്ല. ഞാൻ സ്വന്തം കഷ്ടപ്പെട്ടാണ് ഞാൻ പണിയെടുത്ത് തന്നെ ജീവിക്കുന്നത്. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഉപദ്രവിക്കരുത് പ്ലീസ് എന്നെ. കാരണം വെച്ചാൽ എൻ്റെ ഈ ഇത്രയും കൊല്ലത്തെ വേദന എനിക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളോടൊന്നും എനിക്കൊന്നും പറയാൻ എനിക്ക് ഒരുപാടുണ്ട്, പക്ഷേ എന്നാലും സഹിക്കാനാവുന്നില്ല. ഇങ്ങനെയൊക്കെ അനുഭവങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, പല അനുഭവങ്ങളും പറയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ എൻ്റെ ഈ കുട്ടീൻ്റെ 10 കൊല്ലമായിട്ട് ഈ വീഡിയോ ആയിട്ട് വന്നത് വെച്ചാൽ ഒരു സ്ഥലത്തുനിന്ന് നീതി കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. നീതി കിട്ടാതെ എൻ്റെ മോളെ കിട്ടാൻ വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും. അതിന് എത്ര പൈസ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കിഡ്നി അല്ല എൻ്റെ എന്ത് വിറ്റിട്ടാണെങ്കിൽ ഞാൻ കൊടുക്കും. എനിക്ക് വേറെ ഒന്നുമില്ല, എനിക്ക് സമ്പാദ്യം. എൻ്റെ ശരീരത്തിൽ എന്ത് അവയവങ്ങൾ വിറ്റിട്ടാണെങ്കിൽ ഞാൻ കൊടുക്കും. എൻ്റെ മോളെ കിട്ടണം. എനിക്ക് എന്നെ കുറ്റം പറഞ്ഞ എല്ലാം മുമ്പിൽ എനിക്ക് തെളിയിക്കണം. എൻ്റെ മോളെ ഞാനൊന്നും ചെയ്തില്ല, എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയാൽ തെളിയിക്കണം. വെള്ളത്തിൽ പോയി എന്ന് പറയുന്ന ആൾക്കാർ വീടിൻ്റെ മുന്നിൽ തോടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കാണാതെ ഒന്നും പറയരുത്, ഒരാളെ കുറിച്ചും പറയരുത്. എന്നോട് നേരിട്ട് ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു പെണ്ണുങ്ങളോട് സംശയത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചോദിച്ചാൽ, നീ എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കീപ്പള്ളി എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചാൽ, അവിടെ ഒരു കുട്ടീനെ കാണാതായിട്ടില്ലേ, അറിയാമെന്ന് ചോദിച്ചു. ആ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തേ വയ്ക്കുക പെണ്ണുങ്ങാനോട് പറഞ്ഞു, അതാ കുട്ടീൻ്റെ ഉപ്പ എന്നെ വിറ്റതായിരിക്കും എന്നോട് പറഞ്ഞിട്ട്. എൻ്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കണം. എൻ്റെ കുട്ടി പോയിട്ട് പിറ്റത്തെ വർഷം. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ പെണ്ണുങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നെ നിങ്ങളെ മക്കൾക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്കിങ്ങനെ പണത്തിൻ്റെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളൊക്കെ നമ്മളൊന്നും ചെയ്യില്ല. മനുഷ്യൻ്റെ കാഴ്ചപ്പാടൊന്നും നോക്കിയാൽ മറ്റുള്ളവനെ പറയുന്നതിന് ഒരു വിഷയമില്ല, അറിയാണ്ട് പറയുന്നതിന് ഒരു കുഴപ്പമില്ല, ഒരു തടസ്സമില്ല. അത് സ്വന്തം അനുഭവത്തിലേക്ക് വരുമ്പോൾ അവരത് ചെയ്യില്ല. അപ്പം ദയവ് ചെയ്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്ന എനിക്കേ അറിയൂ. സത്യവും എൻ്റെ മനസ്സിന് അത്ര വിഷമമുണ്ട്, അത്രയും കടങ്ങളും ഉണ്ട്. കടം എന്ന് പറഞ്ഞാൽ അത്രയും കടമുണ്ട്. ഞാനൊരു കുട്ടീൻ്റെ കേസായിട്ട് തന്നെ പോയ കടമുണ്ട്. അറിയാണ്ട് പറയുന്നവൻ എന്നാൽ അതിൽ നിന്നെല്ലാം പറയും, പക്ഷെ എൻ്റെ കട എനിക്കാ അറിയുള്ളൂ. എൻ്റെ മക്കളെ എൻ്റെ ഭാര്യനെ ആരും ഞാൻ ചാടിയിട്ടില്ല, എല്ലാവരും ഞാൻ ഇന്നും നോക്കുന്നുണ്ട്. പട്ടിണി കിട്ടിയിട്ടില്ല. എൻ്റെ ഈ കൈയൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ മുറിഞ്ഞിട്ട് വിരലടക്കം മുറിഞ്ഞു പോയിട്ട് 4 മാസം റെസ്റ്റ് പറഞ്ഞിട്ട് 1 മാസം ഞാൻ ഇരുന്നേ, 1 മാസം കുറച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് 3-4 മാസം കഴിഞ്ഞിട്ട് പണിക്കിറങ്ങാവെന്ന് പറഞ്ഞിട്ട് 1.5 മാസം കൊണ്ട് ഞാൻ ഇറങ്ങിയ വ്യക്തിയെ ഞാൻ. അത്ര എൻ്റെ കഷ്ടപ്പാടുണ്ട്. ഒരുപാട് കുറിയും അടവും ലോണും കാര്യങ്ങളൊക്കെ ഉള്ള എനിക്ക് പോകാണ്ടിരിക്കാനാവുക, അതും ഞാൻ പോയി. 4 മാസം കഴിഞ്ഞിട്ട് ഈ വിരലൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഈ വിരൽ നിർത്താൻ വേണ്ടി ഫിസിയോതെറാപ്പി 2 വിരൽ, ഒരു വിരൽ മുറിഞ്ഞു, ഒരു വിരൽ അതിന് വേറെ എന്തോ ഇതുകൊണ്ട് ആ വിരലും ഇതായി. അത് മടക്കാനാകുന്നുണ്ടെന്നുള്ളൂ, പക്ഷെ ഇതൊന്നും ആകുന്നില്ല. ഇത് ഫിസിയോതെറാപ്പി ചെയ്താലേ ശരിയാവും. അതിനുവരെ പോകാൻ പറ്റിയില്ല. ഇപ്പോൾ കേൾക്കുന്നവനും കാണുന്നവനൊക്കെ ഇതിൻ്റെയൊക്കെ വിഷമം അറിയണമെങ്കിൽ അനുഭവിച്ച് തന്നെ അറിയണം. പഠിച്ചോനെ തവക്കൽ തുറന്ന ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാ ഇന്നല്ലെങ്കിൽ നാളെ ഇതായിട്ട് പറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ റബ്ബ് ഒരിക്കലും ഒരു മനുഷ്യനെ അധികം നാൾ താത്തി കെട്ടൂല. എന്നെങ്കിലും ഒരിക്കൽ ഉയർച്ച ഉണ്ടാവുമെന്ന് ഉറപ്പാ. അന്ന്
ഞാൻ അഹങ്കരിക്കൂല, ഞാൻ നന്നായിട്ട് അഹങ്കരിക്കൂല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്യും. പക്ഷെങ്കിൽ അഹങ്കരിക്കൂല. പക്ഷെങ്കിൽ എന്നെ താഴ്ത്തി കെട്ടിയവരുടെ മുന്നിൽ ഞാൻ മനസ്സിലാക്കി കൊടുക്കും. കാരണം മനുഷ്യന് പണം ഉണ്ടാകുമ്പോൾ അല്ല വില, മനുഷ്യന് പണം ഇല്ലാത്തപ്പോൾ ഉള്ളപ്പം ചേർത്ത് പിടിക്കുന്നവരാണ് മനുഷ്യൻ. അതാണ് വേണ്ടതെന്ന് പറയും. അത് ഞാൻ മനസ്സിലാക്കി കൊടുക്കും. വേറെ ഒന്നും ചെയ്യില്ല. എവിടെ നിന്നൊക്കെ എനിക്ക് അനുഭവം ഉണ്ട്, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ അനുഭവം ഉണ്ടായ നമ്മളെ താഴ്ത്തി കെട്ടിയവരുടെ മുന്നിലും സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഉള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ആ വിഷമം ഒരാൾക്കും എൻ്റെ വിഷമം ഉണ്ടാകാതിരിക്കട്ടെ, അള്ള കാക്കട്ടെ. ഒരാൾക്കും ഈ വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ദയവ് ചെയ്തിട്ട് ഉപദ്രവിക്കരുത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. എൻ്റെ സങ്കടങ്ങൾ പൊതുവെ ഇതിൽ പറയണമെന്ന് ആഗ്രഹമില്ല. പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ അവസ്ഥ വരുമ്പോൾ പറഞ്ഞേ പറ്റൂ. അത്ര അനുഭവിച്ചോണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്നെ എന്താ പറയണ്ടേ, എൻ്റെ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല. ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കും. പക്ഷെങ്കിൽ എൻ്റെ മോളെ കേസിട്ട് പബ്ലിക്കിലേക്ക് എത്തണമെങ്കിൽ ഇത് ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ എനിക്ക് എൻ്റെ മോളെ കേസിട്ട് എങ്ങനെയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മോള് വണ്ണം വെച്ച് വരുന്നതാണ്. കുറേ കഴിയുമ്പോൾ സോഷ്യൽ മീഡിയ കൂടുതൽ സജീവമാവും. അപ്പോൾ ഇന്നെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷെ നാളെ എൻ്റെ മോള് നമ്മളിപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ ഫോട്ടോ കാണുമ്പോൾ എനിക്കറിയാം ഞാനാണല്ലോ, എനിക്കറിയാം എന്നെപ്പോലെ ഉണ്ടല്ലോ എന്നുള്ള ചിന്താഗതി വരും. അപ്പോൾ വലുതാകുമ്പോൾ എൻ്റെ മോൾക്ക് ഇഥവാ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് എന്നെപ്പോലെ ഉണ്ടല്ലോ എന്ന് സംശയം തോന്നിൻ്റെ പേരിൽ ഒരു കോളെങ്കിലും എനിക്ക് വരികയാണെങ്കിൽ അതെനിക്ക് ആ ഒരു ചിന്താഗതി മാത്രമേ എനിക്കുള്ളൂ. ഇപ്പോൾ ഉള്ള ചിന്താഗതി എനിക്കത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അള്ളാഹ്ക്ക് വിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് നിർബന്ധമായിട്ടും ചെയ്യണം. നിർബന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. പിന്നെ